ഗണ്ടിക്കോട്ട ദ ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ. ഒരുപാട് ആൾക്കാരുടെ റീൽസ് ഞാൻ കണ്ടിരുന്നു. അധികം ആരും എത്തിപ്പെടാത്ത ഗണ്ടിക്കോട്ട. പറഞ്ഞത് ഒരുവിധം സത്യമാണ്. ഇവിടെ നിന്ന് ആരും ഇല്ലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെ ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഇവിടെ. രാവിലെ നേരത്തെ വരുന്നതാണ് ഒരു കണക്കിന് നല്ലത്, അല്ലെങ്കിൽ ഈവനിങ് ആയിട്ട് വരുന്നതാണ് നല്ലത്. ഉച്ചയ്ക്കൊക്കെ ഇവിടെ ഭയങ്കര വെയിലായിരിക്കും. ഇതിൻ്റെ തൊട്ടടുത്ത് ഒന്ന് രണ്ട് നല്ല സ്ഥലങ്ങളും കൂടിയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതും വിസിറ്റ് ചെയ്യാവുന്നതാണ്. അടിപൊളി സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ടെൻ്റ് അടിച്ച് നിൽക്കുക ശരിക്ക്. പക്ഷേ ഞങ്ങളാരും ഇല്ലാത്തതിനോണ്ട് ടെൻ്റ് അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞും ചെയ്തിരുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ടെൻ്റ് അടിക്കൊന്നും വേണ്ട അതിൻ്റെ മേലെയൊന്നും. അതുകൊണ്ടാണ് നമ്മളവിടെ ടെൻ്റ് അടിക്കാഞ്ഞത്. പക്ഷേ ഇവിടെ ടെൻ്റ് സ്റ്റേ അടിപൊളിയായിരിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് ടീംസൊക്കെ വന്നിട്ട് ടെൻ്റ് അടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ നിന്നൊരു 11 മണി 11:30 ഉള്ളിൽ ഞങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ടു തീർത്ത് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റൂമിൽ പോയി ബാഗെല്ലാം പാക്ക് ചെയ്ത് നേരെ ബാംഗ്ലൂർക്കാണ് പോണത്. ഇവിടുന്ന് 320 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർക്ക്. പോണ വഴിക്കാണ് ഫേമസ് പെന്നക്കൊണ്ട ഫോർട്ട് ഉള്ളത്. പെന്നക്കൊണ്ട റൂട്ടിലാണ് നമ്മൾ പോവുകയും ചെയ്യുക. പെന്നക്കൊണ്ട ഫോർട്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ റൂട്ട് പോകുന്നുണ്ടെങ്കിൽ കിടിലൻ സ്പോട്ടാണ്. 3-4 ദിവസം സൂര്യനെ കാണാത്തതുകൊണ്ടുള്ള വിഷമം 5-ാം ദിവസം അതങ്ങ് മാറി കിട്ടി. ഇവിടുന്ന് ബാംഗ്ലൂർ എത്തുന്നതിൻ്റെ ഒരു 60 കിലോമീറ്റർ മുന്നേ വരെ അടിപൊളി റോഡുകളാണ്. വലിയ തിരക്കില്ല, അനാവശ്യ സ്പീഡ് ബ്രേക്കേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല സുഖമായിട്ട് പാട്ടൊക്കെ കേട്ട് വൃത്തിക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. 4 മണി 4:30 ആവുന്ന നേരത്ത് ബാംഗ്ലൂർ എത്താനായി. ബാംഗ്ലൂർ വന്നിട്ട് എന്ത് കാണുമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പം ബാംഗ്ലൂർ വന്നിട്ട് എന്ത് കാണാൻ, നന്ദി ഹിൽസ് കാണണം. അങ്ങനെ നേരെ നന്ദി ഹിൽസിലേക്ക്. നന്ദി ഹിൽസ് 6 മണിക്ക് ക്ലോസിംഗ് ആണ്. നന്ദി ഹിൽസ് വൈകുന്നേരം പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അറിയാം, എന്നാലും നന്ദി ഹിൽസ് കാണണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അങ്ങനെ നന്ദി ഹിൽസിലേക്ക്. പിന്നെ നന്ദി ഹിൽസ് ഇത്തിരി ക്രൗഡഡാണ്. അത് രാവിലെ പോയ ഇതിനേക്കാളും ക്രൗഡായിരിക്കും എന്നാണ് തോന്നുന്നത്. വൈകുന്നേരം തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. കുറച്ച് നടക്കാണ്ട് മേലോട്ടേക്ക്. ഒരു 5-6 വ്യൂ പോയിൻറ്റ്സുകളുണ്ട്. ഒരു ടെമ്പിൾ ഉണ്ട് ഉള്ളിൽ. നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഷോപ്പുണ്ട്, അമൂലിൻ്റെ. അടിപൊളി. അവിടെ കയറിയാണ് 2 ഐസ്ക്രീം കഴിച്ചിരുന്നത്. പിന്നെ അവിടെയും കുരങ്ങന്മാരുണ്ട്. ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുരങ്ങന്മാരൊന്ന് തട്ടിപ്പറിച്ചുകൊണ്ടുപോകും. നന്ദി ഹിൽസിൽ നിന്ന് ഇറങ്ങി ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേ എടുത്തിട്ട് നാളെ നാട്ടിലേക്ക് വരാനുള്ള പരിപാടിയാണ്. മൈസൂർ മുത്തക്ക വഴി വയനാട് വഴി കോഴിക്കോട് നേരെ നാട്ടിലേക്ക്. അപ്പോൾ ഇനി അടുത്തൊരു റൈഡിൽ വീണ്ടും കാണാം.